ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2022 പുറത്തിറങ്ങിയ ബാബ ബേബിയോ എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. തൻ്റെ 40-ാം വയസ്സിൽ നമ്മുടെ ഹീറോ ഭാര്യയില്ലാതെ ഒരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം വാടക ഗർഭധാരണം വഴി 2 ഇരട്ട കുട്ടികളെ സ്വന്തമാക്കുന്നു. എന്നാൽ അതിലാണ് വലിയൊരു പ്രശ്നം വരുന്നത്. തനിക്ക് കല്യാണമേ നടക്കില്ലെന്ന് കരുതിയാണ് അദ്ദേഹം 40-ാം വയസ്സിൽ കുട്ടികളെ നോക്കുന്നത്. എന്നാൽ ഇതിനുശേഷം ഇദ്ദേഹത്തിന് ഭാര്യയായി ഒരു പെൺകുട്ടി വരാൻ പോകുന്നു. അവർക്കാണെങ്കിലോ കുട്ടികൾ എന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല. മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഹീറോയ്ക്ക് ഭാര്യയായി വരാൻ പോകുന്നവൾ ഇപ്പോൾ വേറൊരാളുമായി കുറച്ച് സന്തോഷത്തിലാണെന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെ നമ്മുടെ ഹീറോയുടെ ഭാര്യയാകും? നമ്മുടെ ഹീറോയ്ക്ക് ജനിച്ച കുട്ടികൾ ആരുടേതാണ്? ഈ കുട്ടികൾ കാരണം നമ്മുടെ ഹീറോയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വേറൊരാളുടെ കൂടെ സന്തോഷമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തി ആരാണ്? എന്നിങ്ങനെ പല ട്വിസ്റ്റുകളുമുള്ള ഈ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 40 വയസ്സായി. 40 വയസ്സായിട്ടും നമ്മുടെ ഹീറോയ്ക്ക് വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് വലിയ ഡിപ്രഷനിലേക്ക് പോയി ഒരു ഘട്ടത്തിൽ കുട്ടികളെങ്കിലും സ്വന്തമാക്കിയാൽ സന്തോഷമായിരിക്കാം, ഒരു ഫാമിലിയായി ജീവിക്കാം എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ സ്ഥലത്ത് വെച്ച് സറഗേറ്റ് മദർ വഴി തനിക്ക് കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവിടെ അവർ പറയുന്ന ചില പ്രോസസ്സുകളിൽ ഇദ്ദേഹം ഏർപ്പെടുകയും ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡോക്ടർ വിളിച്ച് കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു, അതും ഒരു കുട്ടിക്കല്ല 2 കുട്ടികൾക്ക് എന്ന് പറയുന്നതോടെയാണ് നമ്മുടെ ഹീറോയുടെ ജീവിതം മൊത്തത്തിൽ മാറുന്നത്. നമ്മുടെ ഹീറോ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ കുട്ടികൾക്കായി ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹം റെഡിയാക്കുന്നു. വീട്ടുജോലിക്കായി 2 വേലക്കാരെയും വെച്ചിട്ടുണ്ട്. ഈ 2 പേരും കുട്ടികൾ വന്ന ഉടനെ അവരെ നോക്കാനായി ഇദ്ദേഹം സെറ്റ് ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ തൻ്റെ അച്ഛനോടും അമ്മയോടും ഈ സറഗസി വഴി താൻ കുട്ടികളെ സ്വന്തമാക്കാൻ പോകുന്ന കാര്യം പറയുന്നു. എന്നാൽ അവർക്ക് ഈ പ്രോസസ്സ് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ മകൻ ഏതൊരു കല്യാണം കഴിച്ചു എന്നവർ കരുതുന്നു. ശരി, 40 വയസ്സിൽ അവനൊരു കല്യാണം നടന്നല്ലോ, പെണ്ണേതോ വിദേശത്ത് ജോലി ചെയ്യുകയാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് വരുമായിരിക്കും എന്നൊക്കെയാണ് ഇവർ കരുതുന്നത്. ഇപ്പോൾ കുട്ടികളും ജനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ തൻ്റെ അച്ഛനോടും അമ്മയോടും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഗേറ്റിൽ വന്ന് നിൽക്ക്, ഞാൻ കുട്ടികളുമായി വരും, ആരതി എടുത്ത് എന്നെ അകത്തേക്ക് സ്വാഗതം ചെയ്യുക എന്നൊക്കെ പറയാണ്. ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഗേറ്റിൽ വന്ന് നിൽക്കുന്നു. മരുമകൾ വരാൻ പോകുന്നു, കുട്ടികൾ വരാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ അവർ നിൽക്കുമ്പോൾ അവിടെ വരുന്നത് നമ്മുടെ ഹീറോയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കരണും പിന്നെ ആ 2 ജോലിക്കാരും കുട്ടികളുമാണ്. ഇത് കാണുന്ന ഹീറോയുടെ അച്ഛൻ ഞെട്ടിപ്പോവാണ്. ഇവനേതോ ചെക്കൻ്റെ കൂടെയാണല്ലോ വരുന്നത്, ഇനി ഇവർ ഗേ ആയിരിക്കോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. അതിനുശേഷമാണ് കരണിൻ്റെ സുഹൃത്ത് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ വാടക ഗർഭധാരണത്തിലൂടെയാണ് ഈ കുട്ടികളെ ലഭിച്ചത്. ചിലർക്ക് കുട്ടികളുണ്ടാകാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോണുകൾ ഉപയോഗിച്ച് കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയും. ഇത് എൻ്റെ കുട്ടികൾ തന്നെയാണ് എന്ന് തൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ കുട്ടികളെ ഹീറോയുടെ അച്ഛനും അമ്മയും ഭയങ്കരമായി സ്നേഹിച്ച് വളർത്താൻ തുടങ്ങുന്നു. പ്രധാനമായും ഹീറോയുടെ സുഹൃത്ത് കരൺ ഉണ്ടല്ലോ, അവരും എപ്പോഴും ഈ വീട്ടിൽ തന്നെയായിരിക്കും. ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിൽ ഒരേ ഒരു മകനായിട്ടുള്ള നമ്മുടെ ഹീറോയ്ക്ക് 40 വയസ്സായിട്ടും കല്യാണം ആയിട്ടില്ല. അവൻ്റെ അച്ഛനും അമ്മയും വളരെ നാളായി മകൻ്റെ കല്യാണം നടത്തി പേരക്കുട്ടികളെ കയ്യിലെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കിട്ടിയ ഉടനെ അവർ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് അർണവ്, പ്രണവ് എന്നിങ്ങനെ 2 പേര് നൽകുന്നു. ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. കുട്ടികൾ കുറച്ച് വലുതായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹീറോ കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങണമെന്ന് സുഹൃത്ത് കരണിനോട് പറയുന്നു. അപ്പോഴാണ് അവരുടെ നാട്ടിൽ പുതുതായി ഒരു കളിപ്പാട്ട കട തുറന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. ആ കളിപ്പാട്ട കടയുടെ മുന്നിലേക്ക് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പേര് ബൃഷ്ടി. അവിടെയുള്ള ആ വലിയ കളിപ്പാട്ട കട നോക്കി നടത്തുന്നത് അവരാണ്. കുട്ടികൾക്കുള്ള കളിപ്പാട്ട കടയാണെങ്കിലും അവിടെ ചില വയസ്സായവർ വന്ന് മുതിർന്നവർക്കുള്ള കളിപ്പാട്ടങ്ങളുണ്ടോ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചില കളിപ്പാട്ടങ്ങളുണ്ടോ എന്നൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബൃഷ്ടിക്ക് ഒരു കളിപ്പാട്ട കട പോലും സമാധാനമായി നടത്താൻ കഴിയാതെ ദേഷ്യത്തോടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കാറുള്ളത്. ആ സമയത്താണ് നമ്മുടെ ഹീറോയും വന്ന് ബൃഷ്ടിയോട് എന്തെങ്കിലും കളിപ്പാട്ടം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇവരും നമ്മുടെ ഹീറോയെ തെറ്റായിട്ടാണ് കരുതുന്നത്. അപ്പോഴാണ് തൻ്റെ കുട്ടികൾക്കാണ് ആ കളിപ്പാട്ടം, അവർക്ക് 1 വയസ്സാകാറായി എന്ന് ഹീറോ പറയുന്നത്. ഉടനെ അവിടെയുള്ള അസിസ്റ്റന്റിനെ വിളിച്ച് നമ്മുടെ ഹീറോയ്ക്ക് അനുയോജ്യമായ കളിപ്പാട്ടങ്ങൾ കാണിക്കാൻ പറയുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ ബൃഷ്ടി ആ കടയുടെ വാതിലിൽ 2 നോട്ടീസ് ഒട്ടിക്കുന്നു. 1, കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ കടയിലേക്ക് പ്രവേശനമില്ല. 2, ഈ കടയിൽ മുതിർന്നവർക്കുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കില്ല. ഇങ്ങനെ 2 നോട്ടീസ് ഒട്ടിക്കുമ്പോൾ അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ കടയിൽ വന്ന് കരഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മുടെ ഹീറോ ആ കടയിലുള്ള മറ്റുള്ളവരോട് ചോദിക്കുന്നു. ഞങ്ങളുടെ മാഡത്തിന് കുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല എന്നയാൾ പറയുന്നു. ഇക്കാലത്ത് കുട്ടികളെ ഇഷ്ടമല്ലാത്തൊരു പെണ്ണുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയും അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കുട്ടികളുടെ ആദ്യത്തെ പിറന്നാൾ വരുന്നു. മുതിർന്നവരെല്ലാം ചേർന്ന് കേക്ക് മുറിക്കുമ്പോൾ കുട്ടികൾ ഒരു ഹെലികോപ്റ്റർ കളിപ്പാട്ടം ആ കേക്കിലേക്ക് ഓടിച്ചു കയറ്റി ആ കേക്ക് അവിടെയുള്ള മുതിർന്നവരുടെ മുഖത്തേക്ക് തെറിപ്പിക്കുന്നു.
കണ്ടോ, ഇത്രയല്ലേ ഉള്ളൂ, ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മുതിർന്നവരും നോക്കുന്നു. നമ്മുടെ ഹീറോ സ്ഥിരമായി ജോലിക്ക് പോകുന്നതുകൊണ്ട് വീട്ടിൽ കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, ഓരോ സമയത്തും എന്തൊക്കെ ചെയ്യണം എന്നത് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ട് ആ കുട്ടികളെ നോക്കാൻ വരുന്ന 2 സ്ത്രീകളുണ്ടല്ലോ, ആ ജോലിക്കാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ജോലിക്ക് പോകുന്നു. നമ്മുടെ ഹീറോ ജോലിക്ക് പോയാലും കുട്ടികളുടെ മുറിയിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓഫീസിലിരുന്ന് തന്റെ മൊബൈലിലൂടെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കളിപ്പാട്ട കട ഉണ്ടല്ലോ, അവിടെ നിന്ന് ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നത്. ഞങ്ങളുടെ ടോയ് ഷോപ്പിൽ ഒരു ചെറിയ ഇവന്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രീമിയം കസ്റ്റമേഴ്സ് എല്ലാം അതിൽ പങ്കെടുത്താൽ സൗജന്യമായി കളിപ്പാട്ടങ്ങൾ നൽകും. നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് അവിടെയുള്ള ഹീറോയിൻ വൃഷ്ടിയെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരാമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഓഫീസിൽ ജോലി തിരക്കായിപ്പോയി, ഇറങ്ങാൻ ലേറ്റായി. അതിനുള്ളിൽ ടോയ് ഷോപ്പിലെ ഇവന്റ് ഒക്കെ കഴിഞ്ഞ് അവർ കടയടച്ച് പോകാൻ തുടങ്ങുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ഹീറോ സുഹൃത്തിനെയും കൂട്ടി ആ ടോയ് ഷോപ്പിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. കട അടച്ചതും നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിന്റെ വണ്ടി അവിടെ കേടായി നിൽക്കുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഹീറോയുടെ സുഹൃത്തായ കരണും ഇതാണ് പറ്റിയ അവസരം, എത്ര സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആ പെണ്ണിനെ സഹായിക്കുന്നത് പോലെ സഹായിക്കേ, നമുക്ക് തന്നെ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെ സംസാരം തുടങ്ങ് എന്ന് ഹീറോയോട് ഐഡിയ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനോട് ഹീറോ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴാണ് ഹീറോയിൻ വൃഷ്ടിക്കും നമ്മുടെ ഹീറോയെ കുറിച്ച് മനസ്സിലാവുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് 2 കുട്ടികളുണ്ടെന്നും പ്രധാനമായും നമ്മുടെ ഹീറോ തനിക്ക് ഭാര്യയില്ലെന്നും പറയുന്നു. നമ്മുടെ ഹീറോയിൻ അത് ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോയതാകാം, നേരത്തെ കല്യാണം കഴിഞ്ഞതാകാം എന്ന് തെറ്റായി ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയോട് ഒരു ചെറിയ സഹതാപം നമ്മുടെ ഹീറോയിന് തോന്നുന്നു. എന്നാൽ തനിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല, അതും കുട്ടികൾ കരഞ്ഞാൽ വലിയ ദേഷ്യമാണ്. എനിക്ക് മൈഗ്രെയിൻ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുട്ടികൾ കരഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോവും എന്നൊക്കെ ഹീറോയിനും അവരെക്കുറിച്ച് പറയുന്നു. ഇതെന്താടാ ഇത്, നമുക്കാണെങ്കിൽ കുട്ടികളുണ്ട്, ഒരുപക്ഷെ നമ്മൾ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നമ്മുടെ കുട്ടികളെ ഇവരെങ്ങനെ നോക്കും, ഇവർ നമുക്ക് ശരിയാവോ എന്ന പല ചിന്തകളും അദ്ദേഹത്തിന് വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വൃഷ്ടിയുടെ വീട് കാണിക്കുന്നു. നമ്മുടെ ഹീറോയിന് ഒരു അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. നമ്മുടെ ഹീറോയിന് മൊത്തം 2 അച്ഛന്മാരുണ്ട്. എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടാവും. അതെ, ഇതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ഭർത്താവിൽ ജനിച്ചതാണ് നമ്മുടെ ഹീറോയിൻ. അതിനുശേഷം ആ ആദ്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവർ രണ്ടാമത് മറ്റൊരു ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ വൃഷ്ടിക്ക് അവരുടെ അമ്മയെ തീരെ ഇഷ്ടമല്ലാതായി. അങ്ങനെ കാലക്രമേണ വയസ്സായി ആ 2 ഭർത്താക്കന്മാരും മരിച്ചു പോയിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ ഹീറോയിന്റെ അമ്മ അവരുടെ ആദ്യത്തെ ഭർത്താവിന്റെ ഓർമ്മ ദിവസം വന്നാൽ ആദരാഞ്ജലി അർപ്പിക്കില്ല. രണ്ടാമത്തെ ഭർത്താവിനാണ് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ഇതും നമ്മുടെ ഹീറോയിന് തീരെ ഇഷ്ടമല്ല. ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവിന് ജനിച്ചവളാണ്, അങ്ങനെ എൻ്റെ അച്ഛനെ വിട്ടിട്ട് അടുത്തതായി വന്ന എൻ്റെ സ്റ്റെപ്പ് ഫാദറിനെ അമ്മ എങ്ങനെ ബഹുമാനിക്കുന്നില്ലേ? എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് എന്ത് കുറവാണ് വരുത്തിയത്? അദ്ദേഹത്തെ അന്യായമായി വഞ്ചിച്ച് ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരു കല്യാണം കഴിക്കുന്നത് എന്ത് മര്യാദയാണ്? എൻ്റെ അച്ഛൻ അവസാനം വരെ അമ്മയെ ആലോചിച്ചിട്ടല്ലേ മരിച്ചത്? മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് മര്യാദ കൊടുക്കില്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും അമ്മയുമായി ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹീറോയിൻ എല്ലാവരോടും കുറച്ച് ദേഷ്യത്തിൽ പെരുമാറുന്നത്. ഇത് കൂടാതെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ താമസിക്കുന്നത് അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, അതായത് ഹീറോയിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ. എന്നാൽ എപ്പോൾ ആ ആദ്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തോ അപ്പോൾ തന്നെ അദ്ദേഹത്തോട് ഡിവോഴ്സ് ചെയ്ത വകയിൽ ഈ വീട് ഇവരെ സ്വന്തം പേരിൽ എഴുതി വാങ്ങിയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തൻ്റെ സ്വന്തം വീടായി മാറ്റി അവിടെ ജീവിക്കുകയാണ്. ഇതും ആ അമ്മയുടെ മകളായ നമ്മുടെ ഹീറോയിന് തീരെ ഇഷ്ടമല്ല. ഇവിടെ നമ്മുടെ ഹീറോ തൻ്റെ കാറിൽ ഒരു പേഴ്സും ഒരു ക്ലിപ്പും ശ്രദ്ധിക്കുന്നു. എന്താണിത്, ഏതോ പെൺകുട്ടികൾ തലയിൽ വെക്കുന്ന ക്ലിപ്പ് പോലെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് അന്ന് നമ്മുടെ ഹീറോയിനെ ഡ്രോപ്പ് ചെയ്തിരുന്നല്ലോ, അവരുടെ പേഴ്സും ക്ലിപ്പുമാണിതെന്ന് മനസ്സിലാവുന്നത്. ഹീറോയിൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഫോൺ ചെയ്യാതെ വിടുകയാണ്. എന്നാൽ ഇദ്ദേഹം ആ ടോയ് ഷോപ്പിൽ വന്ന് പോയതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ എങ്ങനെയോ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്ത് എൻ്റെ പേഴ്സ് ഒന്ന് കൊണ്ടുതരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ പോവാണ്. അപ്പോഴാണ് ഹീറോയുടെ സുഹൃത്തും നിന്റെ ഈ ആവേശം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എവിടെയോ ഈ വൃഷ്ടിയും നിന്റെ പഴയ കാമുകി പോലെ നിന്നെ വിട്ടിട്ട് പോകുമോ എന്നൊരു ഭയവും എനിക്കുണ്ട് എന്ന് പറയാണ്. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോ കല്യാണം വൈകിപ്പിച്ചത് അദ്ദേഹം രമ്യ എന്നൊരു പെൺകുട്ടിയെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. തന്നേക്കാൾ 10 വയസ്സ് കുറവുള്ള പെൺകുട്ടിയായിരുന്നു അവർ. ഒരു പ്രായം വന്നതും നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പ്രായം വന്നപ്പോൾ അവർ വലിയൊരു ജോലി നോക്കുന്നത് കൊണ്ടും നമ്മുടെ ഹീറോ കല്യാണത്തിന് ശേഷം കുട്ടി വേണമെന്ന് പറയുന്നത് കൊണ്ടും നമ്മുടെ ഹീറോയുമായി ബ്രേക്കപ്പ് ചെയ്ത് അവർ പോയിട്ടുണ്ടായിരുന്നു. അവസാനം പോകുന്നതിന് മുമ്പ് ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിരുന്നു. കല്യാണത്തിന് ശേഷവും എന്നെ പ്രസവിക്കാൻ നിർബന്ധിക്കരുത്, ഞാൻ വേറൊരു നാട്ടിലും നീ വേറൊരു നാട്ടിലും ജീവിക്കും, ഇതിനൊക്കെ സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ഇതിനകം നിനക്കായി 10 വർഷം ഞാൻ കാത്തിരുന്നു, ഇപ്പോൾ എനിക്ക് 39 വയസ്സായി, ഇനിയും ഒരു കുട്ടിയെ വേണ്ടെന്ന് വെച്ചാൽ ഇനി എനിക്ക് കുട്ടി ജനിക്കോ എന്നറിയില്ല, നിനക്കായി ഞാൻ എത്ര നാൾ കാത്തിരുന്നു, എനിക്കായി നീ ഇത് സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചിരുന്നു.
എന്നാൽ അവർ പറ്റില്ലെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ ഹീറോയെ ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ ഹീറോയുടെ സുഹൃത്തും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന വൃഷ്ടിക്കും കുട്ടികളെ തീരെ ഇഷ്ടമല്ലെന്ന് പറയുന്നു. അങ്ങനെ ആ രമ്യ വിട്ടുപോയതുപോലെ ഈ വൃഷ്ടിയും സത്യം അറിയാതെ നിന്നെ വിട്ടുപോകും, അതുകൊണ്ട് എന്ത് ചെയ്താലും സൂക്ഷിച്ച് ചെയ്യണം എന്ന് പറയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ വൃഷ്ടിയെ കാണുന്നു. അങ്ങനെ വൃഷ്ടിയുടെ കയ്യിൽ ആ പേഴ്സ് കൊടുത്തിട്ട് അവരുടെ ബൈക്ക് കേടായി നിൽക്കുകയാണല്ലോ, അത് മെക്കാനിക് ഷോപ്പിൽ കൊണ്ടുപോയി അവർക്കായി റിപ്പയർ ഒക്കെ ചെയ്ത് കൊടുത്ത് പതിയെ വൃഷ്ടിയുമായി അടുത്ത് ഇടപഴകാൻ തുടങ്ങുന്നു. അങ്ങനെ ഹീറോ കുറച്ചായി തന്റെ 2 കുട്ടികളെക്കുറിച്ചും വൃഷ്ടിയോട് പറഞ്ഞ് ഒരു ദിവസം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണം, എൻ്റെ കുട്ടികളെ കാണണം, എൻ്റെ കുട്ടികളെ കണ്ടാൽ നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമില്ലാത്ത സ്വഭാവമൊക്കെ മാറി എൻ്റെ കുട്ടികളെ അളവിൽ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും എന്ന് കുറച്ചായി നമ്മുടെ ഹീറോയിനും കുട്ടികളോടുള്ള ആഗ്രഹം കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും വരുന്ന ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ വരാമെന്ന് സമ്മതിക്കുന്നു. നമ്മുടെ ഹീറോ വലിയ ആവേശത്തോടെ തൻ്റെ സുഹൃത്ത് കരൺ, അച്ഛൻ, അമ്മ എന്നിവരോടെല്ലാം ഫ്രണ്ട് വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞ് ഗംഭീരമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് ശബ്ദം കേൾക്കുന്നു. അവിടെ നമ്മുടെ ഹീറോയിനും വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ കൂടെ മാധവൻ എന്നു പേരുള്ള ഒരു പയ്യനും വന്ന് നിൽക്കുന്നു. അത് കാണുന്ന ഹീറോയ്ക്ക് വലിയ ഷോക്കായി. ഇതാരാണെന്ന് ചോദിച്ചാൽ, പറയാൻ മറന്നുപോയി, ആക്ച്വലി ഇതാണ് എൻ്റെ ഫിയാൻസി, അതായത് വിവാഹം കഴിക്കാൻ പോകുന്നയാൾ എന്ന് നമ്മുടെ ഹീറോയിൻ പറയാണ്. എന്തായത്, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ കൂടെ കൂട്ടിയിട്ട് വന്നോ എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കരമായി ഷോക്കാവുന്നു. അതിൽ അദ്ദേഹം ആകെ തകർന്നു പോവാണ്. ഇതിനോടകം വേറെ ആൾക്ക് നിശ്ചയിക്കപ്പെട്ട പെണ്ണിനെയാണോ നമ്മൾ സ്നേഹിക്കാനിരുന്നത്? ഇതിൽ ഈ പെണ്ണിനെ എങ്ങനെ നമ്മൾ കല്യാണം കഴിക്കും? അപ്പോൾ നമ്മുടെ എല്ലാ പ്രണയവും തകർന്നു പോയല്ലോ എന്ന് ഭയങ്കരമായി വിഷമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയിനും ഹീറോയുടെ വീട്ടിൽ വന്ന് വളരെ ജോളിയായി ഹീറോയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്നു. പ്രധാനമായും ഹീറോയുടെ കുട്ടികളുമായി വളരെ സന്തോഷത്തോടെ കളിക്കുന്നു. ഇൻഫാക്ട് നമ്മുടെ ഹീറോയിന് ഹീറോയുടെ കുട്ടികളെ വളരെ ഇഷ്ടമാവുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുന്ന ഹീറോയിൻ്റെ ഫിയാൻസിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിലൊരു കുട്ടി പാല് കുടിച്ചിട്ട് ഇയാളുടെ ദേഹത്ത് ഛർദ്ദിക്കുന്നു. ഇതിൽ ആ ഫിയാൻസി മാധവൻ ഭയങ്കരമായി ടെൻഷൻ ആവുന്നുണ്ട്. പേപ്പർ എടുത്ത് മുഖം തുടയ്ക്കുന്നതിന് പകരം ഡയപ്പർ എടുത്ത് മുഖം തുടയ്ക്കുന്നു. ഇതിൽ കൂടുതൽ ടെൻഷനായി ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ ഇനിയും എനിക്ക് നിൽക്കാൻ കഴിയില്ല, എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഭക്ഷണം പോലും കഴിക്കാതെ നമ്മുടെ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ആ ഫിയാൻസിയെ മാധവൻ കടന്നു പോവാണ്. ഇതൊക്കെ ഹീറോയ്ക്ക് വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഹീറോയിൻ പോയതിനു ശേഷം നമ്മുടെ ഹീറോ ഷർട്ടൊക്കെ ഊരിയിട്ട് തന്റെ സുഹൃത്തിന്റെ അടുത്തിരുന്ന് സങ്കടത്തോടെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കരണും നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട്, ഇതിനൊക്കെ വേണ്ടി കരയാതെ, അവള് ഫിയാൻസി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവൾക്ക് ഇനിയും കല്യാണം ആയിട്ടില്ലല്ലോ, അതുവരെ ശ്രമിച്ചു നോക്കടാ എന്നൊക്കെ ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ ഹീറോയുടെ റൂമിലേക്ക് വരികയാണ്. എന്താ ഇവൻ ഷർട്ടൊക്കെ ഊരിയിട്ട് അവന്റെ ഫ്രണ്ടിന്റെ കൈ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായത്, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ ഇരിക്കോ എന്ന് ഹീറോയുടെ അച്ഛൻ ഇവരെ സംശയിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ അവരുടെ അമ്മയുടെ പാചകത്തിൽ നമ്മുടെ ഹീറോയിനും അവരുടെ ഫിയാൻസി മാധവനും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴാണ് ആ മാധവൻ ഒരു ബോംബ് പൊട്ടിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിനും ആ മാധവനും കല്യാണം കഴിയാതെ ലിവിങ് ടുഗദറായി ജീവിക്കാം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കാര്യവും ഹീറോയിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്. അതേപോലെ ഈ മാധവൻ ലണ്ടനിലേക്ക് പോവുകയാണെന്നും വിസ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് ലണ്ടനിലേക്ക് പോകുമെന്നും അവിടെ ഞങ്ങൾ സെറ്റിൽ ആവുമെന്നും, എന്നാൽ കല്യാണം ഒന്നും കഴിക്കില്ല, ലിവിങ് ടുഗദർ ആയിരിക്കും ജീവിക്കുക എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അതിന് മറുപടിയായി നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും ഷോക്കായിട്ട്, അവൾക്ക് ഇവിടെ സ്വന്തമായി ബിസിനസ് ഉണ്ട്, കളിപ്പാട്ട കടയുണ്ട്, അപ്പോൾ അതൊക്കെ എന്താകും എന്നവർ ചോദിക്കുകയാണ്. ആ മാധവനും, അതാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, ഈ കട ആർക്കെങ്കിലും വിറ്റേക്കാം, അതുപോലെ ഈ വീട്ടിലും നമ്മുടെ ഹീറോയിനൊരു പങ്കുണ്ടല്ലോ, അങ്ങനെ നിങ്ങളുടെ മകളുടെ ഷെയർ നിങ്ങൾ ഞങ്ങൾക്ക് വിറ്റ് തരണം, ഞങ്ങൾക്ക് അത് മതിയാകും എന്ന് മാധവൻ പറയുന്നു. എന്നാൽ അതിൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ഈ വീട് ഞാൻ ആദ്യത്തെ ഭർത്താവിനോട് വഴക്കിട്ട് കഷ്ടപ്പെട്ട് വാങ്ങിയ വീടാണ്, ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും ഈ വീട് എനിക്ക് കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾ കല്യാണം കഴിക്കാതെ ജീവിക്കണമെന്ന കാര്യം പറയുന്നു, അതിൽ തന്നെ എനിക്ക് യോജിപ്പില്ല എന്ന് അവിടെ വെച്ച് മുഖത്തടിച്ച പോലെ പറയുന്നു. ഇതിൽ നമ്മുടെ ഹീറോയിൻ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെക്കാളും നമ്മുടെ അമ്മയ്ക്ക് ഈ വീടാണ് വലുതായി പോയതല്ലേ എന്ന് പറഞ്ഞ് ഒരിടത്തിരുന്ന് കരയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഹീറോയിന് ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് കോൾ ചെയ്ത്, എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഭയങ്കര വഴക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട് വിട്ട് ഇറങ്ങി വരും, എനിക്കൊരു വാടക വീട് ഒപ്പിച്ചേരാൻ പറ്റുമോ എന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്, ഓണർ ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ വരാം എന്ന് പറയാണ്. അപ്പോൾ ഓക്കെ, നാളെ തന്നെ ഞാനും എൻ്റെ ഫിയാൻസിയും അങ്ങോട്ടേക്ക് വരാം എന്ന് ഹീറോയിൻ പറയുന്നു. എന്ത്, നിങ്ങളുടെ ഫിയാൻസിയും വരുന്നുണ്ടെന്നോ? അതെ, 2 പേരും കൂടിയിട്ടാണ് വരുന്നത്, 2 പേരും നാളെ മുതൽ ലിവിങ്ങിൽ ജീവിക്കാമെന്നാണ് ഇരിക്കുന്നത് എന്നും അവിടെ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കും വല്ലാതെ ആവുന്നുണ്ട്. നമ്മുടെ ഭാവി വധുവിനെ പോലെ കണ്ട ഒരു പെണ്ണ് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ അവളുടെ ഫിയാൻസിയുടെ കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് നമ്മളെങ്ങനെ കാണും? നമ്മുടെ കുട്ടികൾക്ക് അവളെ അമ്മയെ പോലെ കാണേണ്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വല്ലാതെ നൊന്തു പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവരുടെ ഫിയാൻസിയെയും കൂട്ടി ആ അടുത്തുള്ള ഫ്ലാറ്റിലേക്ക് വരുന്നു.
നമ്മുടെ ഹീറോ തന്നെ അന്ന് അവർക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു കൊടുത്തിട്ട് പുതുതായി വന്നതാണ്, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ലഞ്ച് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ലഞ്ചും കൊടുത്തിട്ട് പോവുകയാണ്. അദ്ദേഹം പോയതിനു ശേഷം നമ്മുടെ ഹീറോയിന് മാധവനോട്, ഞാൻ ജോലി നോക്കിയിരുന്ന ആ കട എൻ്റെ അമ്മയുടെ സ്വന്തം കടയാണ്, അമ്മയോട് വഴക്കിട്ടതുകൊണ്ട് ഇപ്പോൾ ആ കടയും എൻ്റെ അമ്മ തന്നെ എടുത്തു എന്ന ചില കാര്യങ്ങളൊക്കെ പറയാണ്. ഇതിൽ ആ മാധവന് വല്ലാതെ ആയി പോകുന്നുണ്ട്. ഈ മാധവൻ കാണാൻ മോഡേൺ ആണെങ്കിലും വളരെ വളരെ പഴയ ആളാണ്. ലിവിങ് എന്ന പേരിൽ കല്യാണം കഴിക്കാതെ ജീവിക്കാമെന്ന് പറയും. എന്നാൽ കല്യാണം കഴിച്ചാൽ ഒരു ഭാര്യ എങ്ങനെയൊക്കെ ഇരിക്കണമോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ ഇരിക്കേണ്ടത് എന്ന് അയാളും വിചാരിക്കുന്നുണ്ട്. ജോലിക്ക് പോകാൻ പാടില്ല, ഭർത്താവിന് താഴെ നിൽക്കണം, അമ്മയുടെ വീട്ടിൽ നിന്നും പണം വാങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിമാൻഡുകൾ കൊടുക്കും. ഇതിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഏതൊരു ഡബിൾ മൈൻഡോട് കൂടിയിട്ടാണ് ഈ മാധവന്റെ കൂടെ ജീവിക്കുന്നത്. ഇപ്പോൾ വിസ പ്രോസസ്സിനായി നമ്മുടെ ഹീറോയിനെ വിസ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാധവൻ കൂട്ടിക്കൊണ്ടു വരുന്നത്. ഇതെല്ലാം അടുത്ത് നിന്ന് നമ്മുടെ ഹീറോയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് പച്ചക്കറി വാങ്ങി കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഹീറോയാണ് നോക്കുന്നത്. ഇതൊക്കെ കാണുന്ന മാധവനും വൃഷ്ടിയുടെ മേലെ സംശയം വന്ന്, എന്താ അടുത്ത വീട്ടിലെ അങ്കിൾ നിനക്ക് റൂട്ട് വിടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ വൃഷ്ടിക്കും അപ്പോഴാണ് നമ്മുടെ മേൽ നമ്മുടെ ഹീറോ ഇൻട്രസ്റ്റഡ് ആണ് എന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് കല്യാണം കഴിഞ്ഞതല്ലേ, അദ്ദേഹം എങ്ങനെ എന്നെ പ്രണയിക്കും എന്ന് പറഞ്ഞ് ആ മാധവനെ സമാധാനിപ്പിക്കുന്നു. ഇവിടെയും നമ്മുടെ ഹീറോ എല്ലാ ക്രൂരതകളും കണ്ടിട്ട് അടുത്ത വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ട് വളരെ നൊന്തുപോയിരിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയുടെ അച്ഛനും ആ കരണിന്റെ കൂടെ വഴക്കിട്ട് കാണും. അതുകൊണ്ടാണ് നമ്മുടെ മകൻ സങ്കടത്തിലിരിക്കുന്നത് എന്ന് കരുതി എന്താടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയും, നിങ്ങൾ കരുതുന്ന പോലെ ഞാനും കരണും ലവ് ഒന്നും അല്ല, കരണിന് ആണുങ്ങളെയാണ് ഇഷ്ടം, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്തിന്, ഞാൻ കരണിന്റെ കൂടെ ഫ്രണ്ട്സ് ആയിരുന്നു കൂടെ, അങ്ങനെ ഇരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് പറഞ്ഞ് ഒരു സത്യം കൂടി വെളിപ്പെടുത്തുന്നു. ഇത് കേട്ട ഉടനെയാണ് ഹീറോയുടെ അച്ഛനും വെറുതെ മകനെ സംശയിച്ചല്ലോ എന്ന് തോന്നുന്നത്. മറുവശത്ത് നമ്മുടെ ഹീറോയിനും അടുത്ത വീട്ടിൽ അവരുടെ ഫിയാൻസിയുടെ കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവർ തൊട്ടടുത്ത വീട്ടിൽ തന്നെ നമ്മുടെ ഹീറോ ഉള്ളത് കൊണ്ട് ഹീറോയുടെ കുട്ടികൾ കരയുന്ന ശബ്ദം അവരുടെ ചെവിയിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ അവർക്കുള്ളിൽ ഒരു മാതൃവാത്സല്യം വരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തന്റെ ഫിയാൻസിയുടെ കൂടെ സമാധാനമായി ഇരിക്കാൻ കഴിയുന്നില്ല. ഇത് അവരുടെ ഫിയാൻസിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവരും തനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് അവിടെ ഉറങ്ങാൻ പോവാണ്. അതുവരെ കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടാൽ തലവേദന വരാറുള്ള നമ്മുടെ ഹീറോയിന് അവിടെ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. ഇപ്പോൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ ഹീറോയിൻ അവരുടെ ഫിയാൻസി ജോലിക്ക് പോയതിനു ശേഷം തൊട്ടടുത്ത വീട്ടിൽ വന്ന് നമ്മുടെ ഹീറോയുടെ അച്ഛനോടും അമ്മയോടും കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കുട്ടികളെയും നമ്മുടെ ഹീറോയിൻ അവരായി തന്നെ ആവേശത്തോടെ പോയി നോക്കുകയാണ്. അവരൊരു ശരിയായ റിലേഷൻഷിപ്പിലല്ല, എന്നാൽ അതിനുവേണ്ടി ആ റിലേഷൻഷിപ്പിനെ അവർക്ക് വിട്ടുവരാനും കഴിയുന്നില്ല. അതിനെക്കുറിച്ച് പുറത്ത് പറയാനും അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഈ വേദനകളെല്ലാം ഹീറോയുടെ അമ്മയോടാണ് ഷെയർ ചെയ്യുന്നത്. സ്വന്തം അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹമൊക്കെ ഹീറോയുടെ അമ്മയിൽ നിന്നും അവർക്ക് കിട്ടുന്നതായും അവർക്ക് തോന്നുന്നു. ഇപ്പോൾ ഹീറോയിൻ നോക്കിയിരുന്ന ആ ടോയ് ഷോപ്പ് ഹീറോയിന്റെ അമ്മയാണ് നോക്കുന്നത്. അങ്ങനെ അവർ കടയിൽ തനിച്ചിരിക്കുമ്പോൾ പതിവ് പോലെ ആ വയസ്സായ ഒരാൾ വന്ന്, ഇവിടെ മുതിർന്നവർക്കുള്ള കളിപ്പാട്ടമുണ്ടോ, നിങ്ങളത് ഉപയോഗിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഹീറോയിന്റെ അമ്മയോട് സംസാരിക്കുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ ആ മൊട്ടത്തലേനെ അടിച്ച് പുറത്താക്കിയിട്ട്, ഞാൻ നിങ്ങളുടെ മകളുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയിന്റെ അമ്മയോട് ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ സേഫ് ആയി ഇരിക്കുകയാണ് നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഹീറോയിന്റെ അമ്മയോടും ഇദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറോയിനും അവരുടെ വീട്ടിൽ പാചകം ചെയ്ത് ഹീറോയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനെ ഹീറോയുടെ അച്ഛൻ്റെ കൈഞ്ഞോട്ടേക്ക് ഒടിച്ചു കൊടുക്കുന്നതും ഒക്കെയായി ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവർക്കൊരു ഞെട്ടൽ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഫിയാൻസി മാധവൻ വീട് മൊത്തം അലങ്കോലമായി ഇട്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല, എൻ്റെ ID പ്രൂഫ് തിരയുകയായിരുന്നു, നമുക്ക് വിസ കിട്ടി, ഇനിയും ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ലണ്ടനിൽ പോകാൻ പോവാണ്, ആ ID പ്രൂഫ് മാത്രം എവിടെയാണെന്ന് തിരഞ്ഞെടുത്ത് വയ്ക്ക് എന്ന് ഹീറോയിനോട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് വല്ലാതെ ആവുന്നുണ്ട്. കാരണം കുറച്ച് നാളായിട്ടാണ് അവർ നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നത്. അതിനുള്ളിൽ ഇവിടെ നിന്നും പോകണോ എന്ന് ചിന്തിക്കുകയാണ്. മറ്റൊരു വശത്ത് ആ ID പ്രൂഫ് തിരയുമ്പോൾ അവൾക്കൊരു കത്ത് കിട്ടുന്നു. അങ്ങനെ ആ കത്ത് അവർ വായിച്ചു നോക്കുമ്പോഴാണ് അതിൽ ഭയങ്കരമായ ഒരു സത്യം അറിയുന്നത്. അതായത് അവരുടെ വീട്ടിൽ നിന്നും അവർ പാക്ക് ചെയ്ത് വരുമ്പോൾ അറിയാതെ ആ കത്തെടുത്ത് കൊണ്ടുവന്നതാണ്. അത് അവരുടെ അമ്മയുടെ കത്താണ്. നമ്മുടെ ഹീറോയിന്റെ അമ്മയ്ക്ക് അവരുടെ ആദ്യത്തെ ഭർത്താവ് എഴുതിയ കത്ത്. ആ കത്ത് വായിക്കുമ്പോഴാണ് തൻ്റെ അമ്മ എന്തിനാണ് അവരുടെ ആദ്യത്തെ ഭർത്താവായ തൻ്റെ അച്ഛനെ പിരിഞ്ഞത് എന്ന സത്യം മനസ്സിലാക്കുന്നത്. അതായത് ഹീറോയിന്റെ അമ്മ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു നരക ജീവിതമാണ് ജീവിച്ചത്. ഒരു പെണ്ണ് എന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം, ഒരു ഭാര്യ എന്നാൽ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ തന്നെ അടിമപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ അമ്മയെ വെച്ചിരുന്നത്. പ്രധാനമായും നമ്മുടെ ഹീറോയിൻ ജനിച്ചതിന് ശേഷവും ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചു. അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ വേറൊരു പെണ്ണുമായി അദ്ദേഹം ബന്ധത്തിലിരിക്കുന്നതൊക്കെ ഹീറോയിന്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം അതിൽ നിന്നും വളരെ പോരാടി പുറത്തു വന്ന് കേസ് കൊടുത്ത് അങ്ങനെയാണ് ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്കുള്ളിൽ പല പോരാട്ടങ്ങളും ഉണ്ട്. അങ്ങനെ അവരനുഭവിച്ച കഷ്ടപ്പാടിന് വേണ്ടിയും താൻ ആദ്യ ഭർത്താവിനെ വിശ്വസിച്ച് നടു റോഡിൽ വന്നതുകൊണ്ടും അവരുടെ അമ്മ അവരുടെ ഭർത്താവിന് സ്വന്തമായ വീട് തൻ്റെ പേരിലും ചോദിച്ച് ആ കേസിലും ജയിച്ച് ആ വീടും അവർക്ക് സ്വന്തമായിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും പറയാതെയാണ് തൻ്റെ മകളെ വളർത്തിയത്. അതിനുശേഷം രണ്ടാമതായി വേറൊരാളെ കല്യാണം കഴിച്ചു. ഇതൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്ന നമ്മുടെ ഹീറോയിനും ഇത്രയും നാൾ നമ്മുടെ അമ്മയെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നു. ഈ കാര്യം ഇപ്പോൾ നമ്മുടെ ഹീറോയോടും പറഞ്ഞ് എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയും യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ മുഴുവനായി ഒരു കാര്യവും കേൾക്കില്ല. നിനക്കൊരു കാര്യം അറിയാമോ? എൻ്റെ ഭാര്യ മരിച്ചൊന്നും പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. വാടക ഗർഭധാരണം വഴിയാണ് ഈ കുട്ടികളെ ഞാൻ സ്വന്തമാക്കിയത്. അത് ഞാൻ നിന്നോട് പറയുമ്പോൾ പോലും നീ എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് നിന്റെ അമ്മയുടെ കഥയും നീ വിചാരിച്ചത്. ആദ്യം ഒരു കാര്യത്തെ മുഴുവനായി മനസ്സിലാക്കുക, അതിനുശേഷം അവരാരാണെന്ന് നിനക്ക് മനസ്സിലാവും എന്ന് നമ്മുടെ ഹീറോ പറയാണ്. ഈ കാര്യം കേട്ടതും നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരുടെ അമ്മയെ കാണുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇത്രയും വർഷം നിങ്ങളെ മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. മറുപടിയായി നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും നീ എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് എല്ലാ ദിവസവും എനിക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടേ ഇരുന്നിരുന്നു മോളെ. അതുകൊണ്ടാണ് നീ ഇല്ലാത്ത സമയത്ത് ഞാൻ പേടിയില്ലാതെ ഇരുന്നത് എന്ന് പറയാണ്. ആരാണ് നിങ്ങളോട് ഞാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അത് നമ്മുടെ ഹീറോ ആയിരുന്നു എന്ന കാര്യം അവൾ അറിയുന്നത്. അന്ന് ടോയ് ഷോപ്പിൽ നടന്ന കാര്യവും ഹീറോ അവരെ രക്ഷിച്ച കാര്യവും ദിവസവും തൻ്റെ മകൾ എന്ത് ചെയ്യുന്നു എന്നത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യവും ഇവർ കാണിക്കുന്നു. അതിൽ നമ്മുടെ ഹീറോയോട് മേൽ ഒരു തിരിച്ചറിവ് വരുന്നു. അങ്ങനെ ഹീറോ കൊടുക്കുന്ന ഒരു പാർട്ടിയിലും നമ്മുടെ ഹീറോയിൻ പങ്കെടുക്കുന്നുണ്ട്. അതേ പാർട്ടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയുടെ സുഹൃത്ത് കരൺ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ഹീറോ ഈ ബൃഷ്ടിയെ സ്നേഹിക്കുന്ന കാര്യമെല്ലാം ഹീറോയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നത്. ഇപ്പോൾ ബൃഷ്ടി ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. നാളെ അവർക്ക് ലണ്ടനിലേക്ക് പോകണം. തന്റെ ഫിയാൻസിയെ വേണോ അതോ നമ്മുടെ ഹീറോയെ വേണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം വരുന്നു. അങ്ങനെ അവരുടെ ഫിയാൻസിയുടെ കൂടെ ലണ്ടനിലേക്ക് പോകേണ്ട സമയം വരുന്നുണ്ട്. അങ്ങനെ മെല്ലെ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്കും വന്ന് ആ അടുത്ത വീട്ടിലെ താക്കോലും കൊടുത്ത് എനിക്കായി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, അതിനെല്ലാത്തിനും താങ്ക്സ് എന്ന് പറയുന്നു. മറുപടിയായി നമ്മുടെ ഹീറോയും ഒരു ചെറിയ ക്ലിപ്പ് എടുത്ത് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ ക്ലിപ്പ് നിന്റെ പേഴ്സിന്റെ കൂടെ കാറിൽ ഇട്ടിട്ട് പോയിരുന്നായിരുന്നു. ഹീറോയിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ ഹീറോ ആ ക്ലിപ്പ് ഇത്രയും നാൾ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമ്മുടെ ഹീറോയിൻ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ക്ലിപ്പിന് പോലും ഇവൻ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവൻ എത്ര പ്രാധാന്യം തരും എന്ന് കരുതി മനസ്സ് ഹീറോയുടെ കൂടെ നിൽക്കാൻ തുടിക്കുന്നു. എന്നാൽ അവിടെ അവരുടെ ഫിയാൻസി ഇരിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഇപ്പോൾ ഹീറോയുടെ വീട്ടിൽ തന്നെ ഒരു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ലഞ്ച് കഴിക്കുന്നു. അപ്പോഴാണ് ആ ഫിയാൻസി ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാതെയാണ് ലണ്ടനിൽ പോയി ഇരിക്കാൻ പോകുന്നത്. ലണ്ടൻ കൾച്ചറൊക്കെ ഇവർക്ക് ശരിയായി വന്നാൽ അങ്ങനെ ഒന്നിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ മാഡത്തിനെ ഇന്ത്യയിലേക്ക് തന്നെ പാഴ്സൽ ചെയ്യും എന്നൊരു വലിയ കാര്യമാണ് ഇയാൾ തമാശ രൂപത്തിൽ പറയുന്നത്. ഇത് അവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ ഷോക്കാവുന്നു. ഹീറോയിന് മറ്റൊരു ചിന്തയും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ കണ്ണീരണിഞ്ഞ് വലിയ മനസ്സില്ലാതെ ആ രണ്ടു കുട്ടികളെയും കൊഞ്ചിച്ച് ഇപ്പോൾ നമ്മുടെ ഹീറോയിനും ആ വീട്ടിൽ നിന്നും പുറത്തു പോവാണ്. ആ കുട്ടിയും പുറത്തു പോകുമ്പോൾ ആദ്യമായി സംസാരിക്കാൻ തുടങ്ങുകയാണ്. മമ്മി എന്ന് നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ്. അവർ വല്ലാതെ കണ്ണീരോടെ പുറത്തു പോകുമ്പോൾ നമ്മുടെ ഹീറോയും അത്രയേ ഉള്ളൂ, എൻ്റെ പ്രണയം പോയി, എല്ലാം പോയി. അവളുടെ കണ്ണിൽ ഞാൻ പ്രണയം കണ്ടു. അവൾക്ക് അവൻ്റെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല. അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നു, എങ്കിലും അവൾ പോയല്ലോ എന്ന് വിഷമിച്ച് പറയാണ്. അപ്പോഴാണ് ഹീറോയുടെ സുഹൃത്തും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ നീ എന്തായാലും അവസാനമായിട്ട് എയർപോർട്ടിലേക്കൊന്ന് പോയി നോക്ക്, അവളോട് നിന്റെ പ്രണയം തുറന്നു പറ. നീ ഇനിയും നിന്റെ പ്രണയം വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ, പോകുന്നോ വരുന്നുവോ, എന്നാൽ പ്രണയം വെളിപ്പെടുത്തിയിട്ട് വാ എന്ന് പറയാണ്. ഇപ്പോൾ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി നമ്മുടെ ഹീറോയും വേഗത്തിൽ പോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ തന്നെ ട്രാഫിക്കിൽ പെട്ടുപോവാണ്. 4 മണിക്കാണ് നമ്മുടെ ഹീറോയിന് ഫ്ലൈറ്റ്. അങ്ങനെ 4:15 ആവുന്നു. അതുകൊണ്ട് നമ്മുടെ ഹീറോയും വളരെ സങ്കടത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിനുള്ളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ നിന്ന് ഒരു ക്ലിപ്പ് ഹീറോയുടെ മേൽ വീഴുന്നു. അത് നമ്മുടെ ഹീറോയിന് ഇദ്ദേഹം കൊടുത്ത ക്ലിപ്പ് തന്നെയാണ്. അത് കാണുന്ന ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കിയാൽ അവിടെ നമ്മുടെ ഹീറോയിൻ വന്ന് നിൽക്കുന്നുണ്ട്. ഏയ്, നീ ഇനിയും പോയില്ലേ? ഇവിടെ തന്നെ ഉണ്ടോ? എന്താ ഈ നടക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിനും ഒരു ചെറിയ കാര്യം വന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരാൾ എന്നെ എങ്ങനെ ആഗ്രഹിക്കുന്നു, എത്ര സ്നേഹിക്കുന്നു എന്നറിയാതെ തന്നെ അന്ധമായി ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയെന്ന് ഞാൻ വിചാരിച്ചതും എൻ്റെ അമ്മയെ ഞാൻ തെറ്റായി മനസ്സിലാക്കിയതും അങ്ങനെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഈ മാധവനെയും ഞാൻ തിരഞ്ഞെടുത്തത്. യഥാർത്ഥത്തിൽ മാധവൻ എനിക്കുള്ളതല്ല. വളരെ നാളായി അവൻ്റെ അടുത്ത് എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതറിയാതെയാണ് ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്നത്. എപ്പോൾ നിങ്ങളെ കണ്ടോ, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഞാൻ കളിക്കാൻ തുടങ്ങിയോ, അപ്പോഴാണ് എനിക്ക് കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം, നിങ്ങളാണ് എനിക്ക് അനുയോജ്യനായവൻ, വിവാഹ ജീവിതമാണ് എനിക്ക് ശരിയാകുക എന്ന് മനസ്സിലാക്കുന്നത്. ആ തീരുമാനം നിങ്ങളെ വിട്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് വ്യക്തമായത്.
അവിടെ തന്നെ പോടോ എന്ന് പറഞ്ഞ് ആ മാധവനെ വിട്ടിട്ട് ഇവിടെ വന്നു എന്നിവർ പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവിടെ എല്ലാം ശരിയാവുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കല്യാണം കഴിച്ച് നമ്മുടെ ഹീറോയും അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരെ ഭാര്യയാക്കി ആ 2 കുട്ടികളോടൊപ്പം നല്ല അച്ഛനും അമ്മയുമായി ഇവർ ജീവിക്കുന്നതായും അത് ഇവർ കുടുംബമായി ആഘോഷിക്കുന്നതായും അങ്ങനെ ഇവർ സന്തോഷമായിരിക്കുന്നതായും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.